ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുമ്പ് കാണാതായ കല എന്ന യുവതിയുടെ തിരോധാനം അത് ഒരു കൊലപാതകമെന്ന സംശയത്തിലുള്ള അന്വേഷണങ്ങളാണ് പുരോഗമിക്കുന്നത്. ഏറെ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കലയുടെ ഭർത്താവായിരുന്ന അനിൽകുമാറിന്റെ വീടിന്റെ പഴയ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്ക് തുറന്നൊരു പരിശോധനയിലേക്ക് പോലീസ് പോകുന്നു. അതിന് അടിസ്ഥാനം ഒരു ഊമക്കത്ത്. അതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അനിൽകുമാറിന്റെ ബന്ധുക്കളായ അല്ലെങ്കിൽ കസിൻസായ അച്ഛൻ്റെ സഹോദരന്റെ മക്കൾ നൽകിയ വിവരങ്ങളാണ്. കഴുത്തിൽ ഷോൾ കുരുക്കി മുറുക്കിയ കൊലപ്പെടുത്തിയ ശേഷം ആ മൃതദേഹം ഈ സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തു. ആ മറവ് ചെയ്യാൻ ഇവർ സഹായിച്ചു എന്നതാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന. അനിൽകുമാറിന്റെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് തുറന്നൊരു പരിശോധനയിലേക്ക് പോലീസ് പോകുന്നു. AV ജയശങ്കർ ഉണ്ട് സ്ഥലത്ത് നിന്ന്. ജയശങ്കർ, ഈ ഒരു ഊമക്കത്ത് അതിൽ നിന്ന് വളരെ രഹസ്യമായി അല്ലെങ്കിൽ യാതൊരുവിധ സൂചനകളും പുറത്തുവിടാതെ ഒരു അന്വേഷണത്തിന്റെ ഒരു ലക്ഷണങ്ങളും പുറത്തുവിടാതെ പോലീസ് നടത്തിയ പരിശോധന, അതിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ആളുകളിൽ നിന്ന് ചോദ്യം ചെയ്ത് ലഭിക്കുന്ന വിവരത്തിൽ നിന്ന് ഈ സെപ്റ്റിക് ടാങ്ക് വരെ എത്തി നിൽക്കുന്നു വിവരങ്ങൾ. ഇതുവരെയുള്ള ഒരു പോലീസിന്റെ അന്വേഷണം അതെങ്ങനെയായിരുന്നു? അതായത് ഇത്തരത്തിൽ ലഭിക്കുന്ന ഒരു ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ ഒരു അന്വേഷണമായി ഒരു പുനരന്വേഷണമായി ഈ തിരോധാന കേസിൽ ഇറങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് പോലീസിന് വളരെ നിർണായകമായ മാന്നാറിലെ കലയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് തുറന്നൊരു പരിശോധനയിലേക്ക് പോകുന്നത്. ഭർത്താവായ അനിൽകുമാറിന്റെ വീട്ടിലെ പഴയ സെപ്റ്റിക് ടാങ്കാണ് ഇപ്പോൾ പോലീസ് തുറക്കാൻ പോകുന്നത്. അത് സ്ലാബുകൾ നീക്കി അതിനകത്ത് പരിശോധന നടത്തുകയാണിപ്പോൾ. ജയശങ്കർ, തുടരാം. അതായത് ഇത്തരത്തിൽ ഒരു ഊമക്കത്തിൽ നിന്ന് പോലീസ് തുടങ്ങിയൊരു അന്വേഷണമാണ് മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിലെ ഏറ്റവും വലിയ ആകാംക്ഷ ഈ സെപ്റ്റിക് ടാങ്കിൽ ഉള്ളിൽ നിന്ന് ഈ അനിൽകുമാറിൻ്റെ ബന്ധുക്കൾ പറഞ്ഞ പോലെ, മൊഴിയിൽ പറയുന്നത് പോലെ അസ്ഥികൂടം ലഭിക്കുമോ എന്നതിൽ തന്നെയാണ് പരിശോധനകൾ നടക്കുന്നത്. നിലവിൽ ഈ സെപ്റ്റിക് ടാങ്ക് തുറന്നുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു ചോദ്യത്തിന് കലയുടെ മൃതശരീരം ഈ സെപ്റ്റിക് ടാങ്കിൽ എത്തിച്ചിട്ടുണ്ടോ, കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകും. എന്തായാലും ഈ സെപ്റ്റിക് ടാങ്ക് തുറന്നുകൊണ്ടുള്ള പരിശോധനയിലേക്ക് പോലീസ് എല്ലാ തയ്യാറെടുപ്പും നടത്തി പോലീസ് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിൽ ഏറ്റവും അടുത്തൊരു വിവരം എന്ന് പറയുന്നത് ലഭിക്കേണ്ടത് ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കേസ് ഈ തിരോധാനം എന്നത് കൊലപാതകത്തിലേക്ക് മാറ്റപ്പെടും. കൃത്യമായി പോലീസ് നാട്ടുകാരെ മറ്റും നിയന്ത്രിച്ചുകൊണ്ട് പ്രദേശത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. ഈ അനിൽകുമാറിന് പുതിയ വീട് നിർമ്മിച്ചെങ്കിൽ പോലും ഈ വീടിന് സമീപത്തുണ്ടായിരുന്ന സെപ്റ്റിക് ടാങ്ക് മാറ്റാൻ തയ്യാറായിരുന്നില്ല. ഇത് ഇതിന് മുകളിൽ കുറച്ചധികം മണ്ണിട്ടുകൊണ്ട് നിരത്തുക മാത്രമാണ് ഇയാൾ ചെയ്തത്. എന്തായാലും ഇത്തരത്തിലൊരു കൊലപാതകം കൂടി ഉള്ളത് കൊണ്ടാണോ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്ന സംശയത്തിലേക്ക് കൂടി ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. എന്തായാലും ഈ അനിൽകുമാർ വിദേശത്തുള്ള ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമം പോലീസ് ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വീടിനടുത്തുള്ള സ്ലാബ് നീക്കിക്കൊണ്ട് പരിശോധന പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനുള്ളിൽ നിന്ന് ഇനി എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇനി വരുന്ന മണിക്കൂറിലെ ഏറ്റവും വലിയ ആകാംക്ഷ. ഈ ചെങ്ങന്നൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഫോറൻസിക് ഉൾപ്പെടെയുള്ള പോലീസ് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും പോലീസ് മറ്റ് തലത്തിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുക. നിലവിൽ ഈ അനിൽകുമാറിൻ്റെ അടുത്ത ബന്ധുക്കളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ സെപ്റ്റിക് ടാങ്ക് പൊളിച്ചുകൊണ്ട് ഈ അനിൽകുമാറിൻ്റെ പുതിയ വീടിന് സമീപമുള്ള സെപ്റ്റിക് ടാങ്ക് പൊളിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടന്നത്. ഈ മൊഴികൾ ശരിയാണെങ്കിൽ, ഈ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ, കലയെ ഈ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസ്ഥിക്കൂടം ഉൾപ്പെടെയുള്ള തെളിവുകൾ, അവശിഷ്ടങ്ങൾ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പോലീസിനെ കണ്ടെടുക്കാനാകും. അങ്ങനെ കണ്ടെടുക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അനിൽകുമാറിനെ ചോദ്യം ചെയ്യുക, കസ്റ്റഡിയിലെടുക്കുക എന്നത് ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ നാട്ടിലെത്തിക്കാനുള്ളൊരു നടപടികൾ സംസ്ഥാന പോലീസ് മേധാവിയുമായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇതിന് കുറച്ചധികം സാങ്കേതിക നടപടിക്രമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അധികം വൈകാതെ ഇയാളെ നാട്ടിലെത്തിക്കാൻ പോലീസ് ഇപ്പോൾ തന്നെ ആലപ്പുഴ പോലീസ് നടപടികൾ ആരംഭിച്ചു എന്നാണ് നിലവിൽ വ്യക്തമാകുന്ന
വിവരം. എന്തായാലും നിലവിൽ ഈ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പോലീസിൻ്റെ പരിശോധന. ഈ അടുത്ത വീടുകളിലും മുകളിലും മറ്റുമായി നിരവധി ആളുകൾ പ്രദേശത്ത് ഈ കാഴ്ച കാണാൻ കൂടി നിൽക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇന്ന് രാവിലെ പോലീസ് എത്തിയൊരു ഘട്ടത്തിൽ മാത്രമാണ് ഇത്തരമൊരു സംഭവം ഇവിടെ ഉണ്ട്, ഇത്തരമൊരു തിരോധാനത്തെ മറ്റും അവർ അറിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. കാരണം 15 വർഷം പഴയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും പുതിയ തലമുറയിലുള്ളവരാണ്. അവരെ സംബന്ധിച്ച് ഇതൊരു പുതിയ സംഭവമായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ പരിശോധന നടക്കുന്ന വീടിന് ചുറ്റും നിരവധി നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കൂടി നിന്ന് ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു ദൃശ്യം ഇവിടെ ഉണ്ട്. എന്തായാലും ഇവരെ സംബന്ധിച്ചും ഇനി അറിയേണ്ടത് ഇത്തരത്തിൽ ഈ കല എന്ന് പറയുന്ന പെൺകുട്ടിയെ യുടെ മൃതശരീരം ഈ സെപ്റ്റിക് ടാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ, കൊണ്ടുവന്നിട്ടിട്ടുണ്ടോ എന്നത് തന്നെയാണ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിക്കുന്ന ഒപ്പം തന്നെ സമാന്തരമായ മറ്റ് അന്വേഷണങ്ങളും നടത്തുന്നുണ്ട്. ഈ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ സമഗ്രമായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വളരെ വിശദമായ ഒരു അന്വേഷണമാണ് ഈ ഒരു ഘട്ടത്തിൽ തുടരുന്നത്. തീർച്ചയായും ജയശങ്കർ, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതുവരെ വന്ന മൊഴികളുടെ അല്ലെങ്കിൽ ലഭിച്ച ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ തെരച്ചിലെല്ലാം നടത്തുന്നത്, ഈ സെപ്റ്റിക് ടാങ്ക് തുറന്ന ഒരു പരിശോധനയിലേക്ക് പോകുന്നത്. അതിന് ഉപോത്ബലകമായ തരത്തിൽ വ്യക്തമായ മൊഴികളുണ്ട് അനിൽകുമാറിനെതിരെ. 20-ാമത്തെ വയസ്സിൽ 15 വർഷം മുമ്പ് മാന്നാറിൽ നിന്ന് കാണാതായ കലയുടെ തിരോധാനം അതൊരു കൊലപാതകമാണോ? അങ്ങനെയെങ്കിൽ ആരാണ് കൊന്നത്? മൃതദേഹം മറവ് ചെയ്തിട്ടുള്ളത് ഈ സെപ്റ്റിക് ടാങ്കിൽ തന്നെയാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്.